രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിരിക്കുകയാണ് അക്ബർ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തിരിച്ച് നീ ഒരു വേട്ടപ്പട്ടിയാണ് എന്ന് നമ്മുടെ രേണു സുധി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നെവിൻ വിളിച്ചിരിക്കുകയാണ്, നീ ഒരു വെരുവുണ്ണിയാണ് അനീഷെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു കൂട്ടയടി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി തന്നെയാണെന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് പടച്ചു വിട്ടത്. ഒരു അടി ഉടനെ നടക്കും. കാരണം ഈ പറഞ്ഞ കണക്ക് ലൈവിനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ബിഗ് ബോസ് പോലെയല്ല, ഫുൾ ക്രിയേറ്റഡ് ആണ് സാധനം. കാരണം കഴിഞ്ഞ പ്രാവശ്യം പിന്നെയും നമുക്ക് ഇച്ചിരിയെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒരു ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് മൊത്തം സ്ക്രിപ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ത് ചെയ്യണം, എന്തെങ്കിലും ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ, ആ മൈൻഡിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു മോർണിംഗ് ടാസ്കും കൊടുത്തു. അനീഷിൻ്റെ ഇന്നലെ രാവിലത്തെ ഉറക്കത്തിൻ്റെ വിഷയങ്ങളും അനീഷിൻ്റെ സ്ഥിരം ചൊറിച്ചിലുകളും വീട്ടിലുള്ളവരുടെ കളിയാക്കലുകളും മോർണിംഗ് ടാസ്കിലുണ്ടായ പ്രശ്നങ്ങളും ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 9 മണി മുതൽ 12:30 വരെ ഉള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ലൈവ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ പ്രധാന വിഷയം, നേരത്തെ കഴിഞ്ഞ വിഷയത്തിന് ശേഷം അനീഷ്, അഭിശ്രീ, ആര്യൻ ഇവർ 3 പേരും കിടന്നുറങ്ങുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ രാത്രി ഇവരെല്ലാവരും കിടന്നുറങ്ങി. നേരം വെളുത്ത് 5 മണിയായപ്പോഴത്തേക്കും അക്ബറും ഈ പറയുന്ന അപ്പാനിയും കൂടെ അലയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അനീഷിന് ഇത് ഭയങ്കര പ്രശ്നമായിട്ട്, കിടന്നുറങ്ങുന്ന സമയം നിങ്ങൾക്ക് അലയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി പോകണം. അനീഷിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് ഇപ്പം ഈവൻ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നതാണ്. അപ്പം അലയ്ക്കുമ്പോൾ കൂടെ ഇരുന്ന് അലയ്ക്കുമ്പോൾ പ്രശ്നം വരും. അപ്പം ഇവിടെ അലയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ ലൈറ്റ് അണയ്ക്കുമ്പോൾ പിന്നെ കിടന്നുറങ്ങാനുള്ള സമയമാണ്. അപ്പം അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ പുറത്തിറങ്ങി പോകണം. ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിനകത്തിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പുറത്തിറങ്ങി സംസാരിച്ചോ. അപ്പൊ രേണു, ആരടാ നിന്റെ ഉറക്കം കെടുത്തിയത്? ഇനി ആര്? അപ്പം എന്റെ ഉറക്കം പോയി. ഓ പിന്നെ നിന്റെ ഉറക്കം പോയി, നീ ഇന്നലെ ഊർക്കം വലിച്ചാണ് അവിടെ കിടന്ന് ഉറങ്ങിയത് എന്നുള്ള സാധനം രേണു പറയാണ്. പിന്നീട് അനുവും അപ്പാനിയും കൂടി ഇരുന്നൊരു സംസാരമാണ്. അനു പറയാണ്, ഇന്നലെ രാത്രി വീണ്ടും അക്ബറൊക്കെ ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് വന്നു. ഞാനും ഷാനവാസൊക്കെയായിട്ടുള്ള ഇഷ്യൂ ഓക്കെ പറഞ്ഞു, കരഞ്ഞു, മെഴുകി, എല്ലാം തീർന്നു. വീണ്ടും ഈ ഇഷ്യൂ അക്ബർ കുത്തിപ്പൊക്കി എന്ന് അനു പറയാണ്. അപ്പോഴത്തേക്കും അപ്പാന് പറയണം, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്, അത് അങ്ങനെ അല്ല അതിൻ്റെ വാസ്തവം. അപ്പം അനു ചോദിക്കണം, എന്തിനാണ് വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കി? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? എന്തായാലും ഞാൻ നനഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് ചേട്ടനെന്നോ ഫ്രണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല, ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യാൻ കണക്കാക്കി തന്നെ നിൽക്കുകയാണ്. ഇനി കുളിച്ചേ ഞാൻ കയറുന്നുള്ളൂ. ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ ഷാനവാസിനോട്? അതുകൊണ്ടാണോ നീ ഇങ്ങനെ നിൻ്റെ അടുത്ത് മാപ്പ് പറയേണ്ടെന്നൊക്കെ പറഞ്ഞത്? അതിന് എന്ത് ആവശ്യമുള്ളത്? അത് എന്താണ് അർത്ഥം വെച്ച് പറഞ്ഞത്? പിന്നെ അതുപോലെ തന്നെ ബിന്നി എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരോട് തമ്മിലുള്ള കളിയാണോ ഡ്രാമയാണോ ഇതെന്ന്? എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ അങ്ങനെ പറഞ്ഞോ അനുവെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞോ ഇല്ലയെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. ഇനി എൻ്റെ അടുത്ത് ആരെങ്കിലും ഈ കേസം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടത്തില്ല, നല്ല വർത്താനം ഞാൻ പറയും എന്ന് അനു പറയാണ്. കുറച്ച് കഴിയുന്നു, ഷാനവാസ്, അനുമോള്, അപ്പാനി ശരത്ത്, അക്ബർ ഇവരെല്ലാവരും കൂടി ഇന്നലെ രാത്രിയിലത്തെ ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയാണ്, അവിടെ ആ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ അവിടെ ബാക്കിയുള്ള പലരും അതിനടുത്ത് യൂസ് ചെയ്തു. അക്ബർ ഇരിക്കാൻ അക്ബറിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അക്ബർ പറഞ്ഞാണ്, നിങ്ങൾ പറഞ്ഞ കാര്യമാണല്ലോ അവിടെ ചോദിച്ചത്, സോറി പറയാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്, വേറെ ഒന്നിനെ കുറിച്ചല്ലല്ലോ. അപ്പോൾ ഷാനവാസ്, ഞാൻ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യം വളച്ചൊടിച്ച് അതിനെ വേറെ ലെവലിലോട്ട് കൊണ്ടുവന്നത് ആരാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷാനവാസും അക്ബറും രണ്ടുപേരും കളിക്കുന്ന മാനിപ്പുലേറ്റിംഗ് ഗെയിമാണ്. രണ്ടുപേരും ഈക്വൽ പോലെ നിൽക്കുക. നമുക്ക് ഇതിനകത്ത് ഒരാളെയും പൊക്കിയോ താഴ്ത്തിയോ പറയാൻ പറ്റത്തില്ല. അക്ബർ കിട്ടുന്ന ഇഷ്യൂസ് മൊത്തവും പൊട്ടിച്ച് സ്റ്റാർ ആവാൻ നോക്കുന്നുണ്ട്. ഷാനവാസ് കിട്ടുന്ന സാധനങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. രണ്ടുപേരും ഈക്വൽ പോലെ തന്നെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അക്ബർ പറയാണ്, നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ അനുമോളെ, നീ ഇപ്പൊ പറഞ്ഞല്ലേ പ്ലാനിങ് ആണോന്ന്? അതെ, എനിക്ക് തോന്നി, കണ്ടപ്പോൾ പ്ലാനിങ് ആണോന്ന് തോന്നി. അത് തന്നെ, അതുകൊണ്ടാണ് ഞാനും ബിന്നിയൊക്കെ അങ്ങനെ ചോദിച്ചത്. കുറച്ച് കഴിയുന്നു, നമ്മുടെ ജിസയിലും ആര്യനും കൂടെ സംസാരിക്കുകയാണ്. ജിസയിൽ പറയാണ്, എന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് എൻ്റെ ഡ്രസ്സിന്റെ പേരിലാണ്. അപ്പോഴത്തേക്കും അങ്ങനെയൊന്നും അല്ല, ഷാനവാസ് അങ്ങനെയാണ് നോമിനേറ്റ് ചെയ്തത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇതിനെക്കുറിച്ച് കാണിക്കുന്നില്ല. ഇതെന്തായാലും വലിയ വിഷയമായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം വീട്ടുകാർ മൊത്തത്തിൽ അറിഞ്ഞിട്ടില്ല ഷാനവാസ് ഡ്രസ്സിന്റെ ഇഷ്യൂലാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തതെന്ന്. പിന്നീട് അനുമോള്, നെവിൻ, അനീഷ് ഇവർ 3 പേരോടെ ഇരുന്നിട്ട് ഇരിക്കുന്ന സമയത്ത് അനുവും നെവിനും കൂടി ഒരു കത്തി ചോദിക്കുന്നുണ്ട്. കിച്ചണിലത്തെ ലേഡീസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തോ കത്തി ചോദിക്കുമ്പോൾ ഇവിടെ മൂർച്ചയുള്ള സാധനങ്ങളൊന്നും ബിഗ് ബോസ് തരത്തില്ല, ഇവിടെ വെക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നെവിനാണ് ഇപ്പൊ ഫൺ സംഭവം നെവിനാണ്. കാരണം നെവിൻ ഇരുന്ന് അലക്കി കുറെ കളിയാക്കി അനീഷിനെ വിടുന്നുണ്ട്. ഇവിടെ കത്തി തരില്ല, ഇവിടെ പടീനെ കയറ്റില്ലേ എന്നൊക്കെ പറഞ്ഞു നെവിൻ എല്ലാവരും മുന്നിൽ പോയി കളിയാക്കി അനീഷിനെ പറയുന്നു. അടുത്ത മോർണിംഗ് ആക്ടിവിറ്റി വരെയാണ് ഭയങ്കര
രസകരമായ വിഷയമാണ് മോർണിംഗ് ആക്ടിവിറ്റിക്കകത്ത് ഉണ്ടാകുന്നത്. മോർണിംഗ് ആക്ടിവിറ്റിക്ക് പോയി ഇരിക്കുമ്പോൾ തന്നെ ഷാനവാസ് വന്നിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലും ഷാനവാസ് വന്നില്ലായിരുന്നു, ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ബിഗ് ബോസ് നേരെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് എന്താണ് ഓക്കെ അല്ലേ, അപ്പം ഞാൻ മെഡിസിൻ കഴിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് ഇനിയെങ്കിലും നേരത്തെ എത്തണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരും വന്ന് വെയിലത്താണ് ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ബിഗ് ബോസ് ഇവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള ഒരു സ്പേസ് ഗാർഡൻ ഏരിയയിൽ സ്പെഷ്യൽ കോർണറിലില്ല. അപ്പോൾ ഇവരെല്ലാവരും വന്ന് പടിയിൽ നിരന്നിരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയാണ് വെയിലത്ത് വന്ന് ഇരിക്കണം ആര്യൻ എന്തിനും എഴുന്നേറ്റ് അകത്തോട്ട് ഇപ്പോൾ പോയി AC ഇരിക്കാതെ വന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ചെറുപ്പക്കാരൻ തന്നെയല്ലേ, വേറെ ഒരു കുഴപ്പമില്ല. അപ്പം നവീൻ ഹേ എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഇവിടെ എന്താ പറഞ്ഞത്? അപ്പം നമ്മളൊക്കെ ആരും മാത്രം ചെറുപ്പക്കാർ, നമ്മൾ ആരും ചെറുപ്പക്കാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫണ്ണാണ് അവിടെ. അപ്പോഴത്തേക്കും അനീഷ് നിങ്ങൾക്ക് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല, ടാസ്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെയും ഇഷ്ടമില്ലാത്ത ആളുടെയും പേരുകൾ വന്ന് പറയുക. ടാസ്കിന്റെ പേര് ഓമന പേരെന്നാണ്. എന്നിട്ട് അവർക്കൊക്കെ ഓരോ നിക് നെയിമും കാരണസഹിതം പറയുക. ഓക്കെ, അനുമോള് വായിക്കുകയാണ്. മലയാളം അത്ര വലിയ സൂപ്പറായിട്ട് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ബിഗ് ബോസ് വേറൊരാളെ കൊണ്ട് വായിപ്പിക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ വായിക്കാം എന്ന് നവീൻ. ഞാൻ വായിക്കാം, ക്യാപ്റ്റനാണ് ഞാൻ, ഒരാൾ തെറ്റ് വായിച്ചു, ഇനി ഞാൻ തെറ്റ് അനുവദിക്കില്ല, ഞാൻ വായിക്കാം. രഞ്ജിത്ത് മുൻഷി ഞാൻ വായിക്കാം. അങ്ങനെ അതിൻ്റെ പേരിൽ കൂട്ടയടിയായി അവസാനം ക്യാപ്റ്റൻ തന്നെ വായിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നിക് നെയിം ഇഷ്ടമുള്ള ആളെയും ഇഷ്ടമില്ലാത്ത ആളെയും സെലക്ട് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും ഓരോ നിക് നെയിം വെക്കുക. അപ്പാനി വരികയാണ്. ഇഷ്ടമുള്ളത് ആര്യനാണ്. ഇടപെടുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ട്, അതുകൊണ്ട് ആര്യൻ ചിരി കൊടുക്കുക. ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്. ഇവിടെ ബോധമില്ലാതെ ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളെക്കാളും വളരെ ഒരു ബോധമില്ലാതെ നടക്കുന്ന മുള്ളം പന്നിയാണ്, അതുകൊണ്ട് മുള്ളം പന്നി എന്ന് പേരിടുന്നു. അടുത്ത മുൻഷി പോകുന്നു. ആദില നൂറയാണ് ഏറ്റവും ഇഷ്ടം, അവർ പൂമ്പാറ്റയാണ്. റെനേനെയാണ് ഇഷ്ടമില്ലാത്തത്. റെനേനെ ഞാൻ ഡെലൂലു എന്ന് വിളിക്കുന്നു. ഡെലൂലുവിന് ഒരു അർത്ഥവും പറയുന്നുണ്ട് പുള്ളി. എന്നിട്ട് ബിന്നി പോകുന്നു. ഇഷ്ടമുള്ളത് സരികയാണ്. കിച്ചണിലൊക്കെ നിന്ന് അടിപൊളിയായിട്ട് കമ്പനിയായി, അതുകൊണ്ട് മാധുരി, അമ്മ എന്നർത്ഥം വരുന്ന മാധുരി കൊടുക്കുകയാണ്. അടുത്ത് അനീഷിനെയാണ് ഇഷ്ടമില്ലാത്തത്. ചൊറിയം പുഴു. അനീഷിന്റെ കേസ് അറിയാമല്ലോ, ചൊറിച്ചിലായതുകൊണ്ടാണ് എല്ലാവരും ഈ കേസ് അനീഷിനെ എടുത്തിരുന്നത്. ഇത് മാത്രമല്ല, ഈ ടാസ്കിന്റെ ഒരു പ്രത്യേകത എന്താ, ഈ ഏറ്റവും കൂടുതൽ നിക് നെയിമുകൾ, നല്ല നിക് നെയിമുകൾ കിട്ടുന്ന ഒരാളും ഏറ്റവും കൂടുതൽ മോശം നിക് നെയിമുകൾ കിട്ടുന്ന ഒരാളും, അങ്ങനെ പറയാം. മീൻസ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ആണ് ഈ സാധനം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള പേരുകളിൽ നിന്നും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടമില്ല എന്ന് പറയുന്ന ആൾക്കാർ സെലക്ട് ചെയ്ത ആ വ്യക്തിക്കും അവർക്ക് കിട്ടിയിട്ടുള്ള പേരുകളിൽ ഒരെണ്ണം ചൂസ് ചെയ്യാം. ഈ പേരിൽ മാത്രമേ ഇനി അവരെ വിളിക്കാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അത് അടിപൊട്ടും. കാരണം ഈ പറഞ്ഞ ഞാൻ അവിടെ വിചാരിച്ചു ഇവർക്ക് സുഖമായിട്ട് ഗെയിം പ്ലാൻ ചെയ്യാമായിരുന്നു. കാരണം അന്നേരം ഈ എല്ലാവരും കൂടി ഇരുന്ന് അനീഷിനെ പൂട്ടാൻ തന്നെയായിരുന്നു പ്ലാൻ. അപ്പൊ എന്ത് ചെയ്യായിരുന്നു, അനീഷിനെ നമുക്ക് എല്ലാവർക്കും ചൊറിയൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയുന്ന പേരിൽ നിന്നല്ലേ ഇവനൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇവൻ ചൊറിയൻ എന്നുള്ള സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തു. കാരണം ഇവർക്ക് അന്നേരം പക്ക ഒരു ഗ്രൂപ്പ് കളിക്കായിരുന്നു. സുഖമായിട്ട് അനീഷിനെ പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് പിന്നെ ആ പേരെ വിളിക്കാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ ചൊറിയ എന്ന് വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവരെല്ലാവരും പല പല പേര് പറഞ്ഞതുകൊണ്ട് ഒന്നും നടന്നില്ല. അപ്പോഴത്തേക്കും അടുത്ത ബിൻസി പോകുന്നു. ഇഷ്ടമുള്ളത് അനുവിനെയാണ്, പാവക്കുട്ടി. അടുത്ത് ബിൻസി അനീഷിന്റെ പേര് പറയുന്നു, ഫേക്ക് ഊട്ടൻ, ഫേക്കാണ്. നെവിൻ ഇഷ്ടമുള്ളത് അനുവാണ്, ക്യൂട്ടി. ഇഷ്ടമില്ലാത്തത് അനീഷാണ്, വെരിവുണ്ണി. അവനൊരു വെരിവുണ്ട്, അപ്പോൾ അതുകൊണ്ട് വെരിവുണ്ണിയാണ്. അടുത്ത് റെന പോകുന്നു. ഇഷ്ടമുള്ളത് ജിസേലിനെയാണ്, ഗുഡ് ലിസണറാണ്, അതുകൊണ്ട് ചങ്കെന്ന് വിളിക്കുന്നു ഞാൻ. ഇഷ്ടമില്ലാത്തത് ഒണിയൽ ചേട്ടനാണ്, അടുക്കളയിലെ കുറച്ച് വിഷയങ്ങളാണ്, അടുക്കള വീരൻ. അടുത്ത് നമ്മൾ ആര്യൻ പോകുന്നു. ഇഷ്ടമുള്ളത് അപ്പാനിയാണ്, കണ്ടന്റൊക്കെ നല്ലതായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്, അപ്പക്കുട്ടി എന്ന് വിളിക്കാം. ഇഷ്ടമില്ലാത്തത് മുൻഷിയാണ്, മുഷിഞ്ഞത് എന്ന് ഞാൻ വിളിക്കുന്നു. അടുത്ത് ഒണിയൽ പോകുന്നു. ഇഷ്ടമുള്ളത് റെനയാണ്, കുഞ്ഞല്ലേ, അപ്പോൾ സെർലാക്ക് എന്ന് വിളിക്കാം. ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്, റേഡിയോ പോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നടക്കും. അടുത്ത് അക്ബർ പോകുന്നു. ഇഷ്ടമുള്ളത് ഒനിയലിനെയാണ്, ഇഷ്ടമുള്ളത് ഒനിയലിനെ. ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയുന്നുണ്ട്, മിസ്റ്റർ പെർഫെക്റ്റ്. അടുത്ത് ഇഷ്ടമില്ലാത്തത് രേണുവിനെയാണ്, സെപ്റ്റി ടാങ്ക് എന്ന് ഞാൻ വിളിക്കുകയാണ് രേണുവിനെ. കാരണം നമുക്കറിയാം എല്ലാ വേസ്റ്റുകളും പോകുന്ന ഒരു ഭാഗമാണ് സെപ്റ്റി ടാങ്ക്. അപ്പം അതുകൊണ്ട് രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്നു. അടുത്ത് ഷാനവാസ്. രഞ്ജിത്തിനെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, ഫ്രീക്കൻ. ഇഷ്ടമില്ലാത്തത് അക്ബറിനെയാണ്, ടുട്ടുമാൻ. ഇങ്ങനെ കുണുവാവ് ആ സാധനം, അതിൻ്റെ വൈബാണ്, ടുട്ടുമാൻ. അടുത്ത് ശൈത്യ പോകുന്നു. ഇഷ്ടമുള്ളത് അനുമോളയാണ്, പിങ്കി എന്ന എൻ്റെ ഇഷ്ടമുള്ള ഫേവറേറ്റ് പാവയുടെ പേരാണ് വിളിക്കുന്നത്. ശൈത്യ പറയുന്നത് അനീഷിനാണ് ഇഷ്ടമില്ലാത്തത്, ടിൻറ്റുമോൻ. ഇവിടെ കാണിക്കുന്ന വേറെ ഒന്നുമില്ല. അടുത്ത് അഭിശ്രീ പോകുന്നു. ഇഷ്ടമുള്ളത് ഒനിയലിനെയാണ്, അപ്പം ഒനിയൽ ഞാൻ മച്ചാനെന്ന് വിളിക്കുന്നു. ഇഷ്ടമില്ലാത്ത രഞ്ജിത്ത്. ഇരുത്തല മൂലിയാണ് ഇവിടെ. ഇരുത്തല മൂലി എന്ന് വെച്ചാൽ ഒരു പാമ്പുണ്ട്, 2 തലയുള്ള പാമ്പെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇവിടെയും കൊത്തും അവിടെയും കൊത്തും, അങ്ങനത്തെ 2 കൂടുന്ന സൈസ്. അടുത്ത് ഷാരിക പോകുന്നു. ഇഷ്ടമുള്ളത് ആദില നോറ, ബ്ലൂ ലവേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് ഇഷ്ടപ്പെടുന്നവർ, അപ്പം ആ മൂവിയുടെ പേരാണ് കൊടുക്കുന്നത്. അടുത്ത് അനീഷിന് അട്ടർ വേസ്റ്റ്, ഇഷ്ടമില്ല.
അടുത്ത് രേണു പോകുന്നു, ആദില നൂറയാണ് ഇഷ്ടമുള്ളത്, മിട്ടു മിന്നു എന്ന് വിളിക്കുന്നു. അക്ബറിനെയാണ് ഇഷ്ടമില്ലാത്തത്. എൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല അക്ബറെ, പക്ഷേ നിന്നെ ഞാൻ പറയുന്നു, നീ ഒരു വേട്ടപ്പട്ടിയാണ്, എന്നെ എപ്പോൾ കണ്ടാലും നീ ചീറിക്കടിക്കാൻ വരുവാണ്. അടുത്ത് സരിക പോകുന്നു, ഇഷ്ടമുള്ളത് രഞ്ജിത്ത് തന്നെയാണ്, ആക്റ്റീവ് ആയതുകൊണ്ട് ആക്റ്റീവ് എന്ന് വിളിക്കുന്നു. അടുത്ത് റെനെ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ 2K കിഡ് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷയുള്ളവരെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നു. അടുത്ത് അനുമോള് പോകുന്നു, ഇഷ്ടമുള്ളത് നെവിനെയാണ്, അവൻ എന്നെ കുറേ ചിരിപ്പിക്കും. ഉണ്ണിക്കുട്ടൻ ഇഷ്ടമില്ലാത്തത് അക്ബറിനെയാണ്, പാഷാണത്തിൽ കൃമി ഇന്നലെ വിഷയം ഉണ്ടാക്കിയതുകൊണ്ട്. ജിസേൽ പോകുന്നു, ഇഷ്ടമുള്ളത് ആര്യനെയാണ്, കൺമണി എന്ന് വിളിക്കുന്നു. ഇഷ്ടമില്ലാത്തത് അപ്പാനി ശരത്തിനെയാണ്, കാരണം ഇവൻ ഇന്ന ചുമ്മാ ഇരുന്ന ആൾക്കാരെ കുത്തിത്തോണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ റൗഡി ശരത്താണ് ഇവൻ. ആദില നൂറ പോകുന്നു, ഇഷ്ടമുള്ളത് ശരത്തിനെയാണ്, അണ്ണാര കണ്ണൻ എന്ന് വിളിക്കുന്നു. ഇഷ്ടമില്ലാത്തത് അനീഷിനെയാണ്, മിസ്റ്റർ അപ്പി എന്ന് വിളിക്കുകയാണ്. അടുത്ത് അനീഷ് പോകുന്നു, ഇഷ്ടമുള്ളത് റെനെയാണ്. ഞാനിങ്ങനെ കിടന്ന് ഒറ്റയ്ക്കിടന്ന് സംസാരിക്കുമ്പോഴും തിരിയുമ്പോഴേക്കൊക്കെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ റെനെ പറയുന്നത്. എന്തോ ഒരു പേര് പറയുന്നുണ്ട്, ഞാൻ എഴുതാൻ വിട്ടുപോയി. അടുത്ത അനീഷ് പറയുന്ന അനുവിനെ ഞാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന അനു ഒരു ചതിയത്തിയാണ്. ഓക്കെ, അപ്പം അനീഷിനാണ് ഏറ്റവും കൂടുതൽ പേര് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. 8 ഡിസ്ലൈക്കുകൾ അനീഷിന് കിട്ടി. ആദിലയും നൂറയാണ് ഏറ്റവും കൂടുതൽ പേര് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, 3 വോട്ടുകൾ കിട്ടി. അടുത്ത് അനുവിനും ഏറ്റവും കൂടുതൽ പേര് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, 3 വോട്ടുകൾ അനുവിനും കിട്ടി. അപ്പോൾ 3 പേർക്കും നിക് നെയിംസ് ഇട്ടിട്ട് ഈ നിക് നെയിംസിന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഇനി വീട്ടുകാരെ. മാത്രമല്ല ഈ നിക് നെയിംസ് അവരവർക്ക് ചൂസ് ചെയ്യാം. ഇപ്പം അനീഷിന് 8 പേര് കിട്ടിയെങ്കിൽ ഈ 8 പേരിൽ ഒരെണ്ണം അനീഷിന് തന്നെ ചൂസ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് അപ്പാനിയാണ്. അനീഷിന് കൊടുത്തിട്ടുള്ള പേരുകളിൽ അപ്പാനി മാത്രമാണ് മുള്ളംപന്നി എന്നൊരു പേര് കൊടുത്തത്. ബാക്കി എല്ലാവരും നല്ല താങ്ങൊക്കെ വിട്ട് അനീഷിനിട്ട് താങ്ങിയിട്ടുണ്ട്. കാരണം ചൊറിയൻ പുഴു, ഫെയ്ക്കൂട്ടൻ, വെരിവുണ്ണി, റേഡിയോ, പിന്നെ ടിൻറ്റുമോൻ, അങ്ങനെ പിന്നെ മിസ്റ്റർ അപ്പി, ഇങ്ങനത്തെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ മുള്ളംപന്നി മാത്രമാണ് ഇത്തിരി വലിയ വിഷയമല്ല. അപ്പോൾ അനീഷ് തന്ത്രപൂർവ്വമായിട്ട് ഈ മുള്ളംപന്നി ചൂസ് ചെയ്യാണ്. ഈ മുള്ളംപന്നിയും കൂടെ മാറ്റി വേറെ എന്തെങ്കിലും ട്രോൾ ആയിരുന്നെങ്കിൽ അനീഷ് പെട്ടുപോയനെ, സത്യം. അപ്പം ഇതാണ് ലൈവിൽ ഇപ്പം നടന്നത്. അതിനുശേഷം ആദിലയും നൂറയും കൂടി സെലക്ട് ചെയ്യുന്ന പേര് അവർക്ക് പൂമ്പാറ്റകൾ എന്നുള്ള പേര് കിട്ടിയാൽ ചൂസ് ചെയ്യുന്നു, അനുവിന് പാവക്കുട്ടി എന്നുള്ള പേര് കിട്ടിയാൽ ചൂസ് ചെയ്യുന്നു. ഇത് കഴിയുന്നു. ലൈവിൽ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പം രേണു സ്വന്തമായിട്ട് ക്യാമറ നോക്കിയിട്ട് എന്നെ അവൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. പല പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ ലൈവിൽ പറഞ്ഞത് എന്നെ പല്ലി എന്നും പാറ്റ എന്നൊക്കെ വിളിച്ച് ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. ഇതുപോലെ സെപ്റ്റി ടാങ്ക് എന്നൊരു പേര് ഞാൻ കേട്ടു, ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടല്ലോ, ക്യാമറകൾ കാണുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ അക്ബർ വാഷ്റൂമിൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ ബിന്നിക്കിട്ട് 2 പൊട്ടിക്കും, നോക്കിക്കോ, ഇന്നലെ ഞാൻ ഓങ്ങി വെച്ചൊക്കെയാണ് എന്നൊരു സാധനം അക്ബർ പറയുന്നു. ഇപ്പം ഇത്രയാണ് ലൈവിൽ 12:30 വരെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതുപോലെ ലൈവ് കാണാത്തവർക്കായിട്ടുള്ള ലൈവ് അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.